നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തു കഴിയുമ്പോൾ എല്ലാ സർക്കാരുകളും കുറേ സൗജന്യങ്ങളെടുത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് വാരി വിതറും. ഞങ്ങൾ അത് ചെയ്തു തരും, ഇത് ചെയ്തു തരും, ഇത്ര കോടി രൂപയുടെ പദ്ധതികൾ ഞങ്ങൾ ഈ രാജ്യത്ത് സംസ്ഥാനത്ത് നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിശക്തമായ വാചാടോപങ്ങളും വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലവുമാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലവും നമുക്ക് സമ്മാനിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞു, സുപ്രീം കോടതിയിലെ BR ഗവായും AG മസിഹ് എന്ന് പറയുന്ന ജഡ്ജിമാർ പറഞ്ഞു, ഇനി മേലാൽ ഇമാതിരി പരിപാടി കൊണ്ട് ഇറങ്ങിയേക്കരുത്. ഇവിടെ ജഡ്ജിമാർക്ക് ശമ്പളം കിട്ടുന്നില്ല, അവർക്ക് പര്യാപ്തമായ ശമ്പളമോ അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല. ശമ്പളം പോലും കൊടുക്കാതെ എന്ത് പൊള്ളത്തരങ്ങളാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അതായത് ഒറ്റയടിക്ക് പറഞ്ഞാൽ പൊള്ളയായ വാഗ്ദാനങ്ങളാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് വാരി വിതറുന്നത്. ഇത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഇന്ത്യ ജഡ്ജീസ് അസോസിയേഷൻ ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി, ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായി. കാര്യം, തങ്ങൾക്ക് കൃത്യസമയത്ത് ശമ്പളം വരുന്നില്ല, ഞങ്ങളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ വേണ്ട രീതിയിൽ പര്യാപ്തമായി ലഭിക്കുന്നില്ല, ശമ്പളത്തിൽ പോലും പലപ്പോഴും വിള്ളലുകൾ ഉണ്ടാകുന്ന തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് മുൻപാകെ ഇങ്ങനെ ഒരു ഹർജി സമർപ്പിക്കുന്നത്. ഈ ഹർജി പരിഗണിച്ച കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ലഡ്കി ബഹൻ യോജന എന്ന് പറഞ്ഞുകൊണ്ട് മഹായുതി സർക്കാർ അവതരിപ്പിച്ച ഒരു കാര്യമുണ്ട്, ദേവേന്ദ്ര ഫഡ്നാവിസ് അവതരിപ്പിച്ചത്. എന്തായിരുന്നു? അതായത് ഓരോ സ്ത്രീകൾക്കും ഏകദേശം 2100 രൂപ വീതം ആ പദ്ധതി പ്രകാരം കിട്ടും. പെണ്ണുങ്ങൾക്ക് കൊടുക്കുമെന്നേ, നിങ്ങൾ മാസം തോറും നിങ്ങൾ ആ തുക വന്ന് മേടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു അവർ നൽകിയ മോഹന സുന്ദര വാഗ്ദാനം? പ്യാരി ദീദി യോജന. കൊള്ളാം. സ്ത്രീകളെ കയ്യിലെടുക്കുക, സ്ത്രീ വോട്ടർമാരെ കയ്യിലെടുക്കുക. ഒന്നാമത് ഈ ഉത്തരേന്ത്യയിലുള്ള സ്ത്രീ വോട്ടർമാരെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളതുപോലെ അത്ര അഭ്യസ്ത വിദ്യരായിട്ടുള്ളവരൊന്നുമല്ല. അവരെ കയ്യിലെടുക്കുക, അവർക്ക് 2500 രൂപ കൊടുക്കാം, ഞങ്ങൾ പ്യാരി ദീദി യോജന വഴി എന്നും പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ വരുന്നു. മഹിളാ സമ്മാൻ എന്ന് പറഞ്ഞ് AAP ഇത് പ്രഖ്യാപിക്കും, ഞങ്ങൾ 2100 രൂപ വീതം മാസം കൊടുക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, 2100 വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ മഹായുതിയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2.5 കോടി രൂപയോളം പ്രതിമാസം, 2.5 കോടിയോളം ആൾക്കാരാണ് ഇതിൻ്റെ പ്രതിമാസത്തിൻ്റെ ഗുണഭോക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കണക്കാക്കി നോക്കാം എത്ര കോടി രൂപ ഇവിടെ ജനങ്ങൾക്ക് ഈ പറയുന്ന തങ്ങളുടെ വാഗ്ദാനം നിറവേറ്റുന്നതിനായി ഓരോ മാസവും സർക്കാർ ചെലവഴിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹായുതി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അത് ഫിൽട്ടർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരവും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. അതായത് ഏതെങ്കിലും ആനുകൂല്യം വേറെ കൈപ്പറ്റുന്നവരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക, 2.5 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവരെ ഒഴിവാക്കുക, ഇങ്ങനെ തുടങ്ങിയ ചില നിബന്ധനകൾ കൊണ്ടുവച്ചു. ഇതുമൂലം സംസ്ഥാന സർക്കാരിനൊരു വലിയ ബാധ്യതയുണ്ടാകുന്നു എന്ന് അവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും അതുമായി മുന്നോട്ട് പോയി. ഈ പ്യാരി ദീദി യോജന ഇവിടെ കർണാടക സർക്കാർ നടപ്പിലാക്കി, അതായത് DK ശിവകുമാർ നടപ്പിലാക്കി വിജയിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ഡൽഹിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെയുള്ള അത്രയും സ്ത്രീകൾക്ക് 2500 രൂപ വീതം കൊടുക്കുമ്പോൾ എത്ര കോടിക്കണക്കിന് രൂപയാണ് അവിടെ ചെലവഴിക്കപ്പെടുന്നത്? അപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഇത്തരത്തിൽ പണം ചെലവാക്കിക്കൊണ്ട് വോട്ട് പിടിക്കുന്ന നടപടി നിർത്തലാക്കണം. അത് ശരിയായ കീഴ്വഴക്കമല്ല എന്ന് സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു. കാര്യം എന്താണ്? ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ലഡ്കി ബഹൻ യോജനയിൽ പിടിവീഴുന്നത്? അവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ലെന്നേ. കാര്യം എന്താ? സർക്കാർ ഈ തങ്ങൾ അധികാരത്തിൽ കയറുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കണം. കോടിക്കണക്കിന് രൂപയുടെ വാഗ്ദാനങ്ങളല്ലേ നമ്മൾ സത്യത്തിൽ ഇവിടെ നടക്കുന്നത്? സൗജന്യങ്ങളല്ലേ വാരി വിതറുന്നത്? അപ്പോൾ ഈ വാരി വിതറുന്ന രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നില്ല ഇതൊക്കെ മറ്റൊരു മേഖലയെ, ഒരു സർക്കാർ മേഖലയെ ബാധിക്കുന്ന ഒന്നായി ഇത് മാറുമെന്ന്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ന് ഇപ്പോൾ ഡൽഹിയിൽ മഹാരാഷ്ട്ര സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്, മഹായുതി സർക്കാർ. അപ്പം അതുകൊണ്ട് അത് വേണ്ട, അത് തൽക്കാലം അതിനകത്ത് ഫിൽട്ടറിങ് വരുത്തും. 20 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളെ ഇപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ പോവുകയാണ്. അതായത് ലഡ്കി ബഹൻ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാൻ പോകുന്നു. അതിന് പറയുന്ന കാരണം, ഏതെങ്കിലും ഒരു പദ്ധതി അംഗത്വമുള്ളവർ, സർക്കാരിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു പദ്ധതി പ്രകാരം സമ്പത്ത് ലഭിക്കുന്നവർ, പണം ലഭിക്കുന്നവർ, അവരെ ഒഴിവാക്കുന്നു. 2.5 ലക്ഷത്തിൽ കൂടുതൽ മാസവരുമാനമുള്ളവരെ ഒഴിവാക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്യാരി ദീദി പദ്ധതി നടപ്പിലാക്കുന്നു. നമുക്കറിയാം, കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവച്ചിരുന്നു, ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു.
ആ വാഗ്ദാനം നടപ്പിലാക്കുന്നതിലൂടെ കോടികളുടെ നഷ്ടമാണ് അവിടുത്തെ റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പിനുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ ഇനി ഇവിടെ ആവശ്യമില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്തായിരുന്നാലും ഇത് നല്ല തീരുമാനമാണ്. സത്യത്തിൽ ജനങ്ങൾ കബളിപ്പിക്കപ്പെടില്ല. അതിനകത്ത് വേറൊരു കാര്യം, ജനങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾ കരുതുന്നത് ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കും, ഈ തുകയെല്ലാം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും. പണ്ട് ഗ്യാസിന് സബ്സിഡി ഏർപ്പെടുത്തിയ പോലെയാണ്. അപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പണമെല്ലാം വന്നുകൊണ്ടിരിക്കുമെന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകളെ സൃഷ്ടിക്കപ്പെടുകയാണ്. പൊള്ളയായ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്നവർ. അപ്പം അതൊക്കെ എടുത്ത് മാറ്റുക. ഇപ്പം മഹായുതിക്കാർ പറയുന്നതാണ്, ഞങ്ങൾ കഴിഞ്ഞ മഹായുതി സർക്കാരിൻ്റെ കാലത്ത് ആവിഷ്കരിച്ച ആ പദ്ധതി ഉള്ളത് കൊണ്ട് മാത്രമാണ് വോട്ട് കിട്ടിയതെന്നാണ് പറയുന്നത്. ഇത്രയും വോട്ട് സ്ത്രീകളെ കയ്യിലെടുക്കാൻ കഴിഞ്ഞു. അവരുടെ ഒരു അവലോകനം അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹിളാ സമ്മാൻ എന്ന് പറയുന്നത് 2100 രൂപ സ്ത്രീകൾക്ക് കൊടുക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ പ്യാരി ദീദി യോജനയിലൂടെ 2500 രൂപ കൊടുക്കാൻ കോൺഗ്രസും തീരുമാനിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇത്രയും 2500 ഒക്കെ മാസം തോറും കൊടുക്കുമ്പോൾ എത്ര കോടിക്കണക്കിന് ആൾക്കാർ ഇവിടെ ഗുണഭോക്താക്കളുണ്ട് എന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. അപ്പോൾ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി ഈ പറയുന്ന വാഗ്ദാനങ്ങൾ നടത്തുക, ഇവിടെ പണിയെടുക്കുന്നവർക്ക് കാശില്ല, വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് കാശ് കൊടുത്തുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഈ നയം നിർത്തലാക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ്. അത് തെറ്റാണ് എന്നുള്ള സമീപനമാണ് സുപ്രീം കോടതിയോട്. അതെന്തായാലും ആശാസ്യമായ ഒരു നടപടിയായി തന്നെ ഇതിനെ കാണാം. Okay? Everything is possible here. കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ്. Hello, DQ. Thank you. GPS shows that you're heading home. Shall I turn on the air conditioner? Yes, please. ഫ്യൂച്ചർ ഇതാണ്. ഇവിടെയെല്ലാം ടെക്നോളജി നമുക്കായി പ്രവർത്തിക്കും. നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കാര്യങ്ങളിൽ വരെ ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അതിനായി നാം ഡിജിറ്റലി അപ്ഡേറ്റഡ് ആകണം. I'm back. Welcome home. നമ്മൾ ഡിജിറ്റലി അപ്ഡേറ്റഡ് ആകുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് മോർ ഈസി ആൻഡ് സിമ്പിൾ ആവും. The jacuzzi temperature is now set for your bath. Thank you. You have an email notification. Hold on. അതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റ്സ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ go with the experts. Oxygen, the digital expert.